പി സി പി സി പി സി 2026 ഒരു പി സി ബിൽഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു സ്വർണം മേടിക്കുന്ന പോലെ. ഒരു സ്വർണം മേടിക്കുന്ന പോലെ 2026 പി സി ബിൽഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ. സോ നമുക്ക് അറിയാം, പി സി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം. ഒരു ഗെയിമറിന് പി സി വേണം, എഡിറ്ററിന് പി സി വേണം, കോഡ് ചെയ്യാൻ പി സി വേണം, എല്ലാത്തിനും ഒരു പി സി വേണം. സോ ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ പി സി, ഡെഫിനറ്റ്ലി ഫോർ ദ ലേറ്റസ്റ്റ് വേർഷൻ യു വിൽ ഓവർ 1 lakh ഓർ അണ്ടർ 1 lakh. സോ അതൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ ഇന്ന് അണ്ടർ 1 lakh നിങ്ങൾക്കൊരു ബെസ്റ്റ് പി സി ഞാൻ ഇന്ന് ബിൽഡ് ചെയ്ത് കാണിക്കും. കാണിക്കുമോ നല്ല കമ്പോണൻസ് ഞാൻ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരും. ആ ഒരു കമ്പോണൻസ്, ബെസ്റ്റ് കമ്പോണൻസ് യു ക്യാൻ ബിൽഡ് പി സി. സോ അധികം വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വന്നേക്കുന്നത് മദർ ബോർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ കമ്പോണൻസിൻ്റെയും ഓരോ പാർട്സിൻ്റെയും ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആമസോണിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, പ്രൈസും കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ മണ്ടയ്ക്ക് വരെ എഴുതിയിട്ടേക്കാം. സോ നമുക്ക് ഫസ്റ്റ് മദർ ബോർഡിൽ ഞാൻ തുടങ്ങാം. അത് മദർ ബോർഡ് MSIയുടെ ആണ് എടുത്തേക്കുന്നത്. MSIയുടെ B840M എന്ന് പറഞ്ഞ മദർ ബോർഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനകത്ത് Wi-Fi 6E സപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പ്ലസ് അതിന് 12K റേഞ്ചേ വരത്തുള്ളൂ. അതിനകത്ത് Wi-Fi 6E കിട്ടുന്നുണ്ട്. പിന്നെ അത് മൈക്രോ ATX ആണ്. സോ സൈസും കുറവായിരിക്കും. AM5 മദർ ബോർഡാണ്. DDR5 ആണ് റാമിൻ്റെ ഇത് വരുന്നത്. സോ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും അതിനകത്ത് കിട്ടും. AMDയുടെ 9000, 8000 ആൻഡ് 7000 സീരീസ് വരെ നിങ്ങൾക്ക് അതിനകത്ത് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇതിനകത്ത് ഏത് സീരീസിലെ പ്രൊസസ്സർ മേടിക്കണം നിങ്ങൾക്ക് അവിടെ കേപ്പബിൾ ആയിരിക്കും. ഇതാണ് ഇവിടെ പ്രത്യേകത. പ്ലസ് ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 റാം സോൾട്ട് വരുന്നുണ്ട്. സോ യു ക്യാൻ ഇൻ ഫ്യൂച്ചർ യു ക്യാൻ ബൈ ദ റാം ആൻഡ് പുട്ട് ഹിയർ. സോ ദാറ്റ്സ് എ പ്ലസ് പോയിന്റ്. പിന്നെ PCI 4.0 ആണ് വരുന്നത്. M.2 Gen 4 ആണ്. അത് 2 വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ മദർ ബോർഡിനകത്ത് വരാൻ നേരത്ത്. ഇനി നമ്മൾ പ്രൊസസ്സറിനകത്ത് വരുമ്പം AMDയുടെ Ryzen 5 9600X എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഇൻ്റർഗേറ്റഡ് ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഞാൻ ഡെഡിക്കേറ്റഡിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇൻ്റർഗേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. ദാറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഇൻ്റർഗേറ്റഡ് ഗ്രാഫിക്സ് അണ്ടർ ദിസ് പ്രൈസ്. അത് 3.9 GHz ക്ലോക്ക് ചെയ്തേക്കുന്നത്. അപ് ടു 5.4 GHz വരെ അതിന് പോകാൻ പറ്റും. M5 സോക്കറ്റാണ് ഞാൻ പറഞ്ഞ പോലെ വരുന്നത്. പിന്നെ അതിനകത്ത് അവസാനം X വരുന്നുണ്ട്. പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വൈസ് സൂപ്പർ. ഇവിടെ പ്രൊസസ്സർ. ഇനി റാമിനകത്തോട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അറിയാമല്ലോ, പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ 23,000 രൂപയാണ് റാമിന് വില വന്നിരിക്കുന്നത്. സോ വില സ്വർണ്ണമാണെങ്കിൽ എടുത്ത് വിറ്റോ, അല്ലെങ്കിൽ പണയം വെച്ചോ, എന്നിട്ട് റാം മേടിച്ചോ. ഇപ്പോൾ കോഴ്സെയറിൻ്റെ DDR5ൻ്റെ 16 GB ആണ്. ഒരു റാം അല്ല കേട്ടോ, 8 GB × 2 ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് നല്ല സ്പീഡും അത്യാവശ്യം എല്ലാം ഉള്ളൊരു റാമാണ്. അതിന് 23,049 ആണ് ആമസോൺ പ്രൈസ് കിടക്കുന്നത്. സോ ദാറ്റ്സ് എ നൈസ് റാം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. നൈസ് റാം. പിന്നെ ഇനി വരുന്നത് SSD സ്റ്റോറേജ്. ഓക്കെ, സ്റ്റോറേജിലോട്ട് വരാൻ നേരം നമ്മളിവിടെ NVMe SSD ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാർഡ് ഡിസ്കും 2.5 ഇഞ്ചിൻ്റെ SATA SSD നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് ഓഫ് ദ നമ്മൾ സ്ലോ ആക്കും. ഈ കാലത്ത് അത് ഉപയോഗിക്കുന്നവർ ഉണ്ടായിരിക്കും. SSD ഉപയോഗിക്കുന്നത് 2.5 ഇഞ്ചിൻ്റെ SSD ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. ബട്ട് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കൈ ഒപ്പിത്തൊഴ. ഇപ്പോൾ ഇവിടെ M.2 NVMe SSD ആണ് ഉപയോഗിക്കുന്നത്. Gen 4ൻ്റെ. ഇവിടെ WD ബ്ലൂവിൻ്റെ SN5100 എന്ന് പറഞ്ഞ SSD ആണ്. അത് 500 GB ആണ് കേട്ടോ നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് നൈസ് ഓപ്ഷൻ ഫോർ അവർ കേസ് അണ്ടർ ദിസ് ബഡ്ജറ്റ്. അതിന് വരുന്നത് 9,000 രൂപീസോളം വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ PSU പവർ സപ്ലൈ വേണ്ടേ, അല്ലാതെ കമ്പ്യൂട്ടർ ഓടത്തില്ലല്ലോ. ഇതെല്ലാം കൊടുക്കാനായിട്ടൊരു പവർ സപ്ലൈ. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂളർ മാസ്റ്ററിൻ്റെ MWE 550 എന്ന് പറഞ്ഞ V3 ബ്രോൺസിൻ്റെ ഒരു ATX 3.1 പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോൺ മൊഡ്യൂളിലാണ്.
ഓക്കെ 80+ ഗോൾഡ് ബ്രോൺസ് സർട്ടിഫൈഡും ആണ്. സോ ദാറ്റ്സ് നൈസ് ആക്ച്വലി. 550 വാട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 660 720 വാട്ടോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ പ്രൈസ് വരുന്നത് ഏകദേശം 5K പ്രൈസ് വരുന്നുണ്ട്. സോ നമ്മുടെ ബഡ്ജറ്റ് ആയതുകൊണ്ട് 550 വാട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് RTX എനിക്കൊന്ന് 4060 വരെ നിങ്ങൾക്ക് ഇതിനകത്ത് കുത്താൻ പറ്റും. ഓക്കെ, RTX 4060 വരെ ഇതിനകത്ത് കേപ്പബിൾ ആണ്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് RTX ഗ്രാഫിക്സ് കാർഡ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇടാമെന്നാണ്. 4070 5090 ഒന്നും പറ്റത്തില്ല. സോ ദാറ്റ്സ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. പിന്നെ ഇതെല്ലാം വെക്കാനായിട്ട് ഒരു കേസ് വേണം. നമ്മൾ മദർ ബോർഡ് വെച്ചു, അതിനകത്ത് പ്രൊസസ്സർ ഇട്ടു, അതിനകത്ത് റാം വെച്ചു, അതിനകത്ത് NVMe SSD ഇട്ടു. ഇനിയും വേണ്ടത് നമുക്കതെല്ലാം കൂടെ എടുത്ത് ഒരു പെട്ടിക്കകത്താണ്. അതിനൊരു കേസ് വേണം നമുക്ക്. ഒരു കമ്പ്യൂട്ടർ കേസ്, ഗെയിമിംഗ് PC ആയതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു ഗെയിമിംഗ് കേസ് തന്നെയാണ് വെക്കുന്നത്. സോ അപ്പോൾ നമുക്ക് അവിടെ RGB ലൈറ്റും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കേസ്. ആൻഡ് eSportൻ്റെ ക്രിസ്റ്റൽ X6 മിനി മിഡ് ടവർ കമ്പ്യൂട്ടർ കേസ്. ഇതാണ് ഇവിടുത്തെ എന്നാ വലിയ പേരടെ, പേര് വല്ലതും കുറച്ചിടാൻ മേലെ. അണ്ടർ 4K റുപ്പീസിന് ദിസ് ഈസ് ദ വൺ ഓഫ് ദി മോസ്റ്റ് ഗുഡ് കേസ് ദാറ്റ് ഐ സജസ്റ്റ്. ഇതിനകത്ത് 6 ARGB ഫാൻസ് അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ്സ് നൈസ്. നിങ്ങൾക്കിവിടെ പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 360mm ലിക്വിഡ് കൂളർ നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇത്ര മിനി കേസിനകത്ത് നിങ്ങൾക്ക് 360mm ലിക്വിഡ് കൂളർ വെക്കാൻ പറ്റും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഈ ഒരു പ്രൊസസ്സറിനകത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് കൂളർ വരുന്നില്ല. അതൊരു വീക്ക് പോയിൻ്റ് ആണ്. നമ്മളെ AMDയുടെ മിക്ക ഇപ്പോഴത്തെ പ്രൊസസ്സറിനകത്തും സ്റ്റോക്ക് കൂളർ അവർ കൂളർ തരത്തില്ല. ഫാൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫാൻ, അവരുടെ കറങ്ങുന്ന ഫാൻ കിട്ടത്തില്ല ഇതിനകത്ത് ഇപ്പം. സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനാണ് ഒന്നെങ്കിൽ ഒരു സ്റ്റോക്ക് കൂളർ മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് കൂളർ മേടിച്ച് വെക്കുക. സോ സ്റ്റോക്ക് കൂളർ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഞാനിവിടെ പറയുന്നത് ആൻഡ് eSportൻ്റെ ICE C612V2 ARGB CPU കൂളർ. ഇത് എന്നാ വലിയ ആൻഡ് eSportകാർക്ക്. സോ ഐ ഹാവ് എ സ്മോൾ സജഷൻ ഫോർ ആൻഡ് eSport. പേര് കുറച്ച് ചെറുതാക്കടേ, വായിക്കാത്ത കൊള്ളാന്ന വല്ല പേര് വിട്. ഇത് ഭയങ്കര തന്നെ വലിയ പേരാണ്. സോ ആ ഒരു കൂളറാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതിനകത്ത് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 77,845 എന്നാണ് പ്രൈസ് വരുന്നത്. സോ അണ്ടർ ദിസ് പ്രൈസ്, ഡെഫിനറ്റ്ലി അണ്ടർ ദിസ് പ്രൈസ് യു ക്യാൻ ബൈ ദിസ് ആൻഡ് ബിൽഡ് ദിസ് ഈസിലി. നിങ്ങൾക്ക് ഇനിയും ഇൻ്റൽ വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടാം ഇൻ്റലിൻ്റെ. അത് നിങ്ങൾക്ക് ഇനി ഇതിലും ബഡ്ജറ്റ് കുറഞ്ഞ PC വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ ഞാൻ അതും ഇട്ടേക്കാം. സോ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഒരു ലൈക്കല്ലേ വയ്ക്കുന്നുള്ളൂ, ഒരു ലൈക്ക് താ. സോ പ്ലീസ് സപ്പോർട്ട്. ഇപ്പം എല്ലാം കൂടെ പറഞ്ഞതിന് 78 കൂട്ടിക്കോ, 78,000 രൂപ, 78K റുപ്പീസ് നിങ്ങൾക്ക് ഒരു PC ഉണ്ടാക്കാം. ഒരു CPU, ഗെയിമിംഗ് CPU നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം വിത്തൗട്ട് എ ഡെഡിക്കേറ്റഡ് GPU. അണ്ടർ ദിസ് യു ക്യാൻ, ഓക്കെ, ദിസ് processor is capable with integrated GPU, so you can absolutely play games, heavy games and editing, coding. You can use CapCut and 4K video editing under this. Okay, നിങ്ങൾക്ക് പറഞ്ഞു വന്നത് ഇതിനകത്ത് ഇൻ്റർഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡെഡിക്കേറ്റഡ് GPU വെക്കണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ വേറെ PSU ഉപയോഗിക്കേണ്ടി വരും. മീൻസ് വേറെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് 550 വാട്ടിൻ്റെ PSU ആണ്. അത് മാറ്റിയിട്ട് ഞാൻ പറയാം 550 വാട്ടിൻ്റെ PSU നിങ്ങളൊരു 600 വാട്ടിൻ്റെ PSU വെക്കേണ്ടി വരും. എന്നാലേ RTX 5060 ആണ് ഫസ്റ്റ് ഓപ്ഷനകത്തുള്ള ഗ്രാഫിക്സ് കാർഡ്. എന്നാലും RTX 5060 വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 40K ആകും. അപ്പം 1 lakh ക്രോസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഓപ്ഷനെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്ലസ് അഥവാ നിങ്ങൾക്കത് വേണ്ട, 5060 വേണ്ട, നിങ്ങൾക്ക് ഇത് ഉള്ള PSU തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്ത് ഒരു ഗ്രാഫിക്സ് കാർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ RTX 4060 ഈസ് അനദർ ഓപ്ഷൻ. GB RTX 4060 നിങ്ങൾക്ക് കിട്ടും. തുച്ഛമായ പ്രൈസിൽ കിട്ടും കേട്ടോ. അത് ഓക്കെ, ഞാൻ കുറേ ഒന്നും പറയുന്നത്. അത് നിങ്ങൾക്ക് 550 വാട്ടിൻ്റെ
PSU തന്നെ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ PC ബിൽഡ്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് വേറെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എന്നാ വീഡിയോ വേണ്ടതെന്ന്. ഉറപ്പായിട്ട് ഞാനത് ചെയ്യുന്നതാണ്. ഓക്കെ, സൈൻ.